റേഡിയോ മലയാളം 98.6 ഖത്തർ മലയാളികളുടെ സ്വന്തം ചെങ്ങായി. കൂടെയുള്ളത് ജിബിനാണ്. ടേക്ക് ഓഫ് ആയിട്ട് നമ്മളുടെ കൂടെ ഇപ്പൊ ചേരാൻ പോകുന്ന ആള് വെച്ചിട്ടുണ്ടെങ്കിൽ അഖിൽ സത്യനാണ്. നമുക്ക് കുറച്ച് കാലങ്ങളായി നമ്മൾ കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു നിവിൻ പോളിയുടെ ഒരു സിനിമ തിയേറ്ററിൽ വലിയൊരു വിജയമാവുന്നത് കാണുന്നതിന് വേണ്ടിയിട്ട്. നിവിൻ പോളി ആരാധിക്കുന്ന ഒരുപാട് മലയാളികൾ ആഗ്രഹിച്ചൊരു കാര്യമാണ്. അത് സാക്ഷാത്കരിച്ചു കൊടുത്തൊരു സംവിധായകൻ എന്ന രീതിയിലാണ്. അതുപോലെ തന്നെ മലയാളികൾക്ക് ഈ വർഷാവസാനം ഒരു കിടിലൻ സിനിമ സമ്മാനിച്ച സംവിധായകൻ എന്ന രീതിയിലാണ് അഖിൽ സത്യൻ നമ്മളോട് ചേരുന്നത്. അഖിൽ സത്യൻ, നമസ്കാരം. ഹായ് ജിബിൻ, നമസ്കാരം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒരു മനോഹരമായിട്ട് സിനിമ, ആദ്യത്തെ സിനിമയും രണ്ടാമത്തെ സിനിമയും വലിയ വിജയമാവുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു ജിബിൻ, താങ്ക് യു. ഓക്കെ, സർവം മായ ഈ ഒരു പേര് കേട്ട് കഴിഞ്ഞപ്പോ ഇതില് അത്യാവശ്യം ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഒരു പടിക്ക് അല്ലെങ്കിൽ രണ്ട് പടിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ എന്ന രീതിയിലാണ് ഇപ്പൊ അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പോസിറ്റീവ് ഫീഡ്ബാക്കുകളൊക്കെ? അല്ല, അതായത് ഒരു ഫാമിലി പടം പെർഫോം ചെയ്തതിന്റെ 100 ഇരട്ടിയാണ് നമ്മളിപ്പോ കാണുന്നത്. അതായത് എന്റെ തിയേറ്റേഴ്സ് വിളിച്ച് പറയുന്നത് ഇതൊരു അടിപ്പടം പോകുന്നതിനേക്കാളും മേലെയാണ് പോകുന്നത്, അവർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവം എന്ന്. അപ്പൊ അത് പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ഈ ബേസിക് ഇമോഷൻസ് എല്ലാം സെയിം ആണ്. ഒരു തിയേറ്റർ ഹൈ കൊടുക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ഒരു ഫിലിം മേക്കർ ട്രൈ ചെയ്യുന്നത്. അപ്പൊ നമുക്കിപ്പോ ഒരു ആക്ഷൻ പടം ആയാലും വേറെ എന്ത് റിവെഞ്ച് സ്റ്റോറി ആയാലും തിയേറ്റർ ഹൈ കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ആ ഒരു സിമ്പിൾ ഇമോഷൻസ് വെച്ച് തിയേറ്റർ ഹൈ ഉണ്ടാക്കാൻ പറ്റിയതാണ് ഏറ്റവും വലിയ ടേക്ക് അവേ ആയിട്ട് ഞാൻ കാണുന്ന ഈ പടത്തിൽ നിന്ന്. തീർച്ചയായിട്ടും വേറൊരു ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിവിൻ പോളി എന്ന് പറയുന്ന താരം, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു നല്ല പോസിറ്റീവ് ആയിട്ടൊരു പടം വരണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അത് ഈ ഒരു സിനിമയിലൂടെ സാക്ഷാത്കരിച്ചു എന്ന് പറയുന്നത് അതും കൂടി ഇതിന് സിനിമയ്ക്ക് ഒരു എക്സ്ട്രാ ഹൈ കൊടുക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും നിവിന്റെ ഈ പറഞ്ഞ പോലെ ആ സ്നേഹം എനിക്ക് തുടരും സിനിമയിൽ ലാൽ സാർ അനുഭവിച്ചിട്ടുള്ള ഒരു സ്നേഹമുണ്ട്. ആ പടം ഹിറ്റായപ്പോ ഒരു കാറ്റ് വീശുന്ന പോലെയാണ് സ്നേഹം വന്നിട്ടുള്ളത്, വൻ വരവാണ് വന്നിട്ടുള്ളത്. ആ സെയിം ഒരു ആർത്തിരമ്പുന്ന സ്നേഹം വന്നിട്ടുള്ളത് നിവിന്റെ ഒരു കംബാക്കിലൂടെയാണ്. ഈ പടത്തിന് അത് ഭയങ്കര പോസിറ്റീവായിട്ട് മാറി ശരിക്കും പറഞ്ഞാൽ. നിവിൻ അജു കോമ്പിനേഷൻ ഇത് വീണ്ടും വർക്ക്ഔട്ട് ആവുന്നു. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരുന്നു. ഇവരെ സ്ക്രീനിൽ കാണാൻ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ ഇതൊക്കെ പ്ലാൻ ചെയ്തത് അങ്ങനെ ഒരു കോമ്പിനേഷൻ കൊണ്ടുവരാനൊക്കെ തന്നെ പർപ്പസ്ഫുള്ളി പ്ലാൻ ചെയ്തിട്ടായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ തുടക്കവും ഈ ഒരു കാസ്റ്റിംഗിനെ പറ്റി പറയുകയാണെങ്കിൽ? അല്ല, ആദ്യം അജുവിന്റെ പകരം വേറൊരു ആക്ടർ ആയിരുന്നു. അപ്പൊ നിവിനാണ് പറഞ്ഞത് അജുവിനെ ചെയ്താൽ എങ്ങനെയായിരിക്കും. അപ്പൊ ഞാൻ ആദ്യം കുറച്ച് ഡൗട്ട്ഫുൾ ആയിരുന്നു. കാരണം അവർ നമ്മൾ കണ്ടിട്ടുള്ള വടക്കസിനെ പോലത്തെ ഒരു ഫോമാറ്റ് അല്ല ഇതിനകത്ത്. ഒരു കുറച്ചുകൂടി മെച്യൂർഡ് വെർഷൻ ആണ്, ഒരു നമ്പൂതിരി ആയിട്ടുള്ള ആളാണ്. അപ്പൊ പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അജു അതിനെ ഞാൻ ശരിക്കും വേണുവെങ്കിലും ഓർത്തു, നെടുമുടി വേണുവെങ്കിൽ ഓർത്തു. കാരണം നമ്മൾ അജു ചെയ്തിട്ടുള്ള മുൻ മാതൃകൾ അല്ലാതെ ഒരു പെർഫെക്റ്റ് ഒരു ടോട്ടൽ കംപ്ലീറ്റ് ഫ്രഷ് ആയിട്ടാണ് അജു ഇതിനെ പുൾ ഓഫ് ചെയ്തത്. അത് അയാളുടെ അകത്തുള്ള ക്രാഫ്റ്റ് അയാൾ യൂസ് ചെയ്താണ്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് അജു ഒരു സ്വയം നവീകരിക്കാന്ന് പറയില്ല, അങ്ങനത്തെ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ നടത്തിയാണ് അജു അതായിട്ട് മാറിയിട്ടുള്ളത്. അജു ചെയ്യുന്ന പൂജകൾ പോലും ശരിക്കും പറഞ്ഞാൽ റിയൽ പൂജ, അജു അസലായിട്ട് പഠിച്ച് ചെയ്ത പൂജ, പുറത്ത് കാണുന്ന എല്ലാം എവറി ഡീറ്റെയിൽ അജു എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്റെ പടത്തിലെ ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള പെർഫോമൻസ് അജുവിന്റെയാണ്. തീർച്ചയായിട്ടും അടിപൊളി. ആൻഡ് ഈ ഒരു സിനിമയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്ന മറ്റൊരു താരം എന്ന് പറയുന്നത് നമ്മുടെ ഡെലുലു ആണ്, റിയ ഷിബു ആണ്. അപ്പൊ ഡെലുലുവിലേക്ക് എത്തിയതും അതിന്റെ കാസ്റ്റിംഗ് പരിപാടിയൊക്കെ എങ്ങനെയായിരുന്നു? അതൊരു ഞാൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ച് പോകുന്ന മൊമെന്റ് ആണ്. അതായത് നമുക്ക് ആദ്യം പ്രീതിയായിരുന്നു, സാധ്യ ചെയ്ത ക്യാരക്ടറായിട്ടുള്ള പ്രീതിയായിരുന്നു ഡെലുലു. അപ്പോ പ്രീതി ഓഡിഷനെല്ലാം കഴിഞ്ഞ് പ്രീതി നമ്മൾ ഫിക്സ് ചെയ്താണ്, അവളുടെ കഥയെല്ലാം പറഞ്ഞ്. പക്ഷെ അതൊരു കുറച്ച് പ്രെഡിക്റ്റബിൾ റോംകോം ഫോമാറ്റ് പോലെ പോയപ്പോ ഒരു കുട്ടിത്തുള്ള പ്രായം കുറഞ്ഞ ജെൻസി ഗോസ്റ്റ് എന്നുള്ള ഐഡിയ വന്നു. അങ്ങനെയാണ് അത് റീറൈറ്റ് ചെയ്യുന്ന ക്യാരക്ടർ. അപ്പോ ആ സമയത്ത് ആരും കിട്ടിയില്ല അങ്ങനത്തെ ഒരു ആപ്റ്റ് ചെയ്ത, പണ്ടത്തെ നസ്രിയ പോലെ ഉള്ള ഒരാളാണ് വേണ്ടിയിരുന്നത്. അപ്പോ റാൻഡോ ആയിട്ട് കണ്ട ഒരു ഇൻസ്റ്റാഗ്രാം റീലിലാണ് അതൊരു ഇന്റർവ്യൂ ആണ്, ഒരു ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്നുള്ള ഒരു ഇന്റർവ്യൂ കണ്ടതാണ്, മുറ എന്നുള്ള പടത്തിന്റെ. അപ്പോഴാണ് റിയയുടെ ഫേസ് കാണുന്നത്. ഫേസ് കണ്ടപ്പോ നമ്മൾ എഴുതുമ്പോൾ മനസ്സിലായിരുന്ന രൂപം ഡെലിവറിയുടെ തെളിയാണ്. അപ്പോ ഞാൻ റിയയുടെ ഫാദറിനേക്ക് അറിയാം. ഞാൻ ഫാദർ വിളിച്ച് വെച്ചപ്പോൾ അറിയുന്ന റിയ അങ്ങനെ അഭിനയിച്ചിട്ടൊന്നുമില്ല അടുത്തൊന്നും. പണ്ടെപ്പോഴും ഒരു ചെറിയ പടത്തിൽ ഒരു കുഞ്ഞ് സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര, കാരണം ഫ്രഷ് ആയിട്ടുള്ള ഒരാളെ അവതരിപ്പിക്കാന്നുള്ള എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. കാരണം ഫാസിലായ പോലും ഫഹദ് ഫാസിലും 3 പ്രായത്തിലുള്ള 3 പുതുമുഖങ്ങളാണ് ഇതിലത്തെ നായകന്മാർ. അപ്പൊ അതുപോലെ പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ നമുക്ക് പടത്തിനെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കരമായിട്ട്. അപ്പൊ നിവിൻ ആദ്യമായിട്ട് പ്രായത്തിനെ കാണുമ്പോൾ ഷോക്ക് നമുക്ക് കിട്ടും, ഒരു പുതിയ ഫേസ് കാണുമ്പോൾ. അങ്ങനെയാണ് റിയയിലേക്ക് എത്തുന്നത്. റിയ എനിക്ക് ഈ പടത്തിന്റെ ബ്ലെസ്സിംഗ് എന്നുള്ള വാക്കാണ് റിയനെ പറ്റി പറയുന്നത്. ഈ ഒരു എല്ലാ പടത്തിനും ഒരു ബ്ലെസ്സിംഗ് ഉണ്ടാവും. ആ ബ്ലെസ്സിംഗ് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുള്ള അനുഗ്രഹമാണ് റിയ ഈ പടത്തിന്റെ. റിയ വന്ന പിന്നെ എനിക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കാരണം അവൾ ജീവിക്കുക, അവർക്കൊന്നും ആ പ്രീമൈസ് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തേക്ക് പിന്നെ അഴിച്ചു വിട്ടാൽ മാത്രം മതി റിയാണ്. ഒരു ബ്രില്യൻ ടാലന്റ് ആണ്.
നമുക്ക് വീട്ടിലെ കുട്ടി പോലെ സ്നേഹം തോന്നുന്നത്. ഞാൻ ഒരിക്കലും ആക്ടേഴ്സ് ആയിട്ട് അങ്ങനെ ക്ലോസ് ആയിട്ട്, പക്ഷെ റിയനെ ഞാൻ സ്നേഹിച്ചു പോകുന്നത് എനിക്ക് സ്വന്തം വീട്ടിലെ കുട്ടി പോലെ അറിയാം. ഉള്ളുകൊണ്ട് ഞാൻ അവളെ സ്നേഹിച്ചുകൊണ്ടാണ് ആ പടം എനിക്ക് ഇത്രയും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയതും അതിന്റെ പെർഫോമൻസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഒരു സംവിധായകൻ എന്ന രീതിയിൽ ആദ്യത്തെ പടം കഴിഞ്ഞ് രണ്ടാമത്തെ പടമാണ് എല്ലാവരും ഉറ്റുനോക്കുക എന്ന് പറയും. ആദ്യത്തെ പടത്തിനേക്കാൾ ഒരു പടി മുകളിലേക്ക് നിൽക്കുന്ന വിജയം രണ്ടാമത്തെ പടത്തിന് സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പോ അച്ഛൻ എന്ന് പറയുന്ന സംവിധായകന് ഇതൊരു വലിയ, അദ്ദേഹം ഈ പടത്തിന്റെ വിജയം കഴിയുമ്പോൾ അദ്ദേഹമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ എങ്ങനെയാണ്? അച്ഛൻ ഭയങ്കര പ്രൗഡാണ്. അച്ഛൻ ആക്ച്വലി ഇന്ന് ഞാൻ ഭയങ്കര എക്സാക്ട്ലി ഇന്ന് ഹരിഹരൻ സാർ വിളിച്ചു, നമ്മുടെ പഴശ്ശിരാജ വിജയ ഹരിഹരൻ സാർ, ഡയറക്ടർ ഹരിഹരൻ. പുള്ളി അച്ഛനെ വിളിച്ചു. അച്ഛൻ ആദ്യമായിട്ട് 19 വയസ്സിൽ അസിസ്റ്റ് ചെയ്യുന്നത് സാറിന്റെ കൂടെയാണ്. അത് സാറിന്റെ ഫസ്റ്റ് സിനിമയായിരുന്നു. സാർ ആദ്യം ഡയറക്ട് ചെയ്ത പ്രേമനസര സിനിമ അച്ഛൻ. അപ്പൊ അച്ഛന്റെ ഗുരുവാണ് ഹരിഹരൻ സാർ. അപ്പൊ ഇന്ന് ഹരൻ സാർ അച്ഛനെ വിളിച്ചിട്ട് അരമണിക്കൂറോളം സംസാരിച്ചു സറോമയെ പറ്റി. അപ്പോ അച്ഛനത് ഭയങ്കര ഇമോഷണലി മൂവിങ് ആണ്. കാരണം അച്ഛന്റെ ഗുരു അച്ഛന്റെ മകനെ പറ്റി പറയുന്നു എന്നുള്ള ഒരു പോയിന്റ് ഭയങ്കര ഒരു സർക്കിൾ ഫിനിഷ് ആയി അവിടെ. അപ്പൊ അത് എനിക്കും ഞാൻ സാറ് എന്നോട് പറഞ്ഞത് വഴി തെറ്റിപ്പോയ മലയാള സിനിമ നീ കൈ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഒരു വഴി തെറ്റി അലയുന്ന കുട്ടിയായിരുന്നു മലയാള സിനിമ, നീ ആ കുട്ടീനെ കൈ പിടിച്ച് തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ചു എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഒരു പോയിന്റ് ആയിരുന്നു. ഇങ്ങനെ എഴുത്തിനെ പറ്റി പറഞ്ഞു, ക്രാഫ്റ്റിനെ പറ്റി പറഞ്ഞു. അതൊക്കെ എംടിനെ പോലുള്ളവരുടെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ ഇതിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എനിക്കൊന്നും പറയാനില്ല. അത് നമുക്കൊരു ഗ്രേറ്റ്ഫുൾ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇതിനെ കുറിച്ച്. തീർച്ചയായിട്ടും. അപ്പൊ ഒരു സിനിമ കൊമേഴ്ഷ്യലി സക്സസ് ആവുക, അതുപോലെ തന്നെ അതിന് ഈ പറഞ്ഞ പോലെ കലാമൂല്യം ഉണ്ടാവുക, ഇതൊക്കെ കൂടി ഒരുമിച്ചുണ്ടാവുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. പിന്നെ ഇതിൽ ഈ ഡെലുലു എന്ന് പറയുന്ന കഥാപാത്രത്തിന് നമുക്കത് സിനിമ കണ്ടപ്പോഴും തോന്നിയത് കൈവിട്ടു പോകാവുന്ന ഒരു കഥാപാത്രമാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കഴിഞ്ഞാൽ കൈവിട്ടു പോകുന്ന ഒരു കഥ. അപ്പൊ അതിലൊരു സംവിധായകൻ എന്ന രീതിയിൽ എത്രമാത്രം കരുതലുണ്ടായിരുന്നു? ഈ പറയുന്ന ഒരു നമ്മളുടെ ഒരു ജഡ്ജ്മെന്റ് ഒക്കെ കറക്റ്റ് ആവണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് അതെ, നമുക്ക് മനസ്സിനകത്ത് എപ്പോഴും നമ്മളൊരു മീറ്റർ സെറ്റ് ചെയ്യും. എപ്പോഴും കാര്യം നമ്മൾ ഫ്രീഡം കൊടുക്കുമെങ്കിലും നമുക്കൊരു ഒരു സർക്കിളിനകത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനകത്ത് ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിയാൽ മാത്രമേ അതിന്റെ പെർഫെക്ഷൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. റിയയുടെ കേസിൽ നമ്മൾ റിയയ്ക്ക് ചുറ്റും ഒരു ഇൻവിസിബിൾ ലൈൻ വരച്ചിട്ടുണ്ട്. റിയ പക്ഷേ റിയയ്ക്ക് ബുദ്ധി ഉള്ളതുകൊണ്ട് റിയ അത് ക്രോസ് ചെയ്യില്ല. അത് അത്രയും സെൻസിബിൾ ആയിട്ടുള്ള ഒരു ആക്ടർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്കറിയാം ഈ ക്യാരക്ടറിന്റെ മീറ്റർ എന്താണ്, ഡയറക്ടറുടെ ആ വിഷൻ എന്താണ്. അപ്പോൾ കാര്യമായിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യേണ്ടി പോലും വന്നില്ല. റിയ വൺസ് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന അവള് തന്നെ ആ ഇൻവിസിബിൾ ലൈൻ കണ്ടിട്ട് അതിനകത്ത് തന്നെ അവള് പൂന്തുവിളയാണെന്ന് പറയില്ലേ, അങ്ങനെ ചെയ്യുന്ന ആളാണ്. ഒരു ബുദ്ധിയുള്ള ഒരാളെ ഇത്രയും 21 വയസ്സായിട്ടില്ല ശരിക്കും റിയയ്ക്ക്. അപ്പോൾ ഇത്രയും കുറഞ്ഞ പ്രായത്തിൽ എങ്ങനെയാണ് ഇത്ര ക്രാഫ്റ്റും ബുദ്ധി ഉണ്ടാവുന്നത് ഭയങ്കര അതിശയിപ്പിക്കുന്ന കാര്യമാണ്. അത് എനിക്ക് ഐ എം റിയലി ഹാപ്പി ഫോർ ഹെയർ പാരന്റ്സ്. അതായത് അവൾ ഇത്രയും നന്നായി വളർത്തിക്കൊണ്ടായിരിക്കാം ഉണ്ടാവുന്നത്. അത് ഒരു അത്ഭുതമാണ് റിയ ശരിക്കും പറഞ്ഞാൽ. തീർച്ചയായിട്ടും. മറ്റൊരു ഡയറക്ടർ ഫാമിലിയാണ് നിങ്ങൾ. ഇപ്പൊ ഇതുപോലെ സിനിമകൾ വരുന്ന സമയത്ത് ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പൊ ഈ സിനിമയുടെ ആശയമൊക്കെ വരുമ്പോൾ ഇപ്പൊ അനൂപ് സത്യനുണ്ട്, സത്യനേക്കാടുണ്ട്, നിങ്ങളൊക്കെ ഒരു ഡിസ്കഷൻ ഒക്കെ നടത്താറുണ്ട്. അതെ. കൂടുതലും ഞാൻ അച്ഛനായിട്ടാണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള. അച്ഛനോട് 10 വർഷത്തോളം അച്ഛൻ്റെ കൂടെ ഞാൻ അച്ഛൻ്റെ അസിസ്റ്റന്റ് ആയിരുന്നു. ഞാൻ പ്രകാശം വരെ അച്ഛൻ്റെ അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അച്ഛനായിട്ടാണ്, കഥ പറയാനും നറേറ്റ് ചെയ്യാനും. അപ്പോൾ 2 കഥയാണ് ഞാൻ പാച്ചു കഴിഞ്ഞിട്ട് ആലോചിച്ചത്. ഒന്ന് ഒരു ഷെർലക് ഹോംസിന്റെ ഫീമെയിൽ വേർഷൻ ആയിരുന്നു. അത് ഞാനൊരു അമ്മായിയും മരുമകളായിട്ടുള്ള ഒരു വേർഷൻ ഞാൻ മമ്മിയുടെയും ചേച്ചിയുടെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ അത് പക്ഷെ നടന്നില്ല. അത് പ്രാക്ടിക്കൽ പോസിബിലിറ്റി കാരണം അത് ഇങ്ങോട്ട് എത്തിയില്ല. ആ സമയത്ത് ഇത് വീണ്ടും റീവർക്ക് ചെയ്താണ്. അത് ഞാൻ ചുമ്മാ ഒരു റാൻഡം തമാശയ്ക്ക് ആലോചിച്ച കഥയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് ഈ കഥ. ഭയങ്കര അതിന്റെ ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. അപ്പോൾ റാൻഡം ആയിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇതാണ് നീ ചെയ്യേണ്ട സിനിമ എന്ന് പറഞ്ഞു. അച്ഛനാണ് ഈ കഥ പിക്ക് ചെയ്തത്. അച്ഛൻ പറഞ്ഞുകൊണ്ടാണ് ഈ കഥയിലേക്ക് ഞാൻ മാറിയത്. പിന്നെ അതിനകത്തേക്ക് നിവിൻ വന്നതാണ്. അപ്പോൾ അൾട്ടിമേറ്റ് പിക്ക് ചെയ്ത അച്ഛനാണ് ഈ കഥ. എന്തായാലും വളരെയധികം സന്തോഷം. ഇനിയും ഞങ്ങൾക്ക് ഇതുപോലുള്ള സിനിമകൾ വേണം. സത്യനന്ദിക്കാട് ഫാമിലിയിൽ നിന്ന് ഇപ്പോ ആ ഒരു തുടർച്ച, അതേപോലത്തെ വൈബ് കിട്ടുന്ന സിനിമകൾ ഇനിയും സമ്മാനിക്കാൻ അഖിലിന് സാധിക്കട്ടെ എന്നുള്ളത് ആത്മാ. താങ്ക് യു. താങ്ക്സ് a lot, Jiman. Okay, thank you.